ആന്ധ്രാപ്രദേശിൽ ഒരു പിതാവ്, കുവൈറ്റിൽ ജോലി ചെയ്യുന്നൊരു പിതാവ് തൻ്റെ മകളെ പീഡിപ്പിച്ച ഒരു പീഡകനെ ബലാത്സംഗം ചെയ്ത് കാണുമായിരിക്കും, കുവൈറ്റിൽ നിന്നും വന്ന് കൊന്നിട്ട് തിരിച്ച് കുവൈറ്റിൽ പോയി. അവർ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ട് പോലീസുകാർ ഈ പരാതിക്കാരോട് അപമര്യാദയായി പെരുമാറിയത് കൊണ്ട് അതിലുണ്ടായ ദുഃഖവും അതിലുണ്ടായ ദേഷ്യവും, അതുകൊണ്ട് മാത്രമല്ലോ ദേഷ്യം, ആ കുട്ടിയോട് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പിതാവിനുള്ള മാനസികമായൊരു സാധനം, അയാൾക്ക് കുവൈറ്റിൽ നിന്ന് വന്ന് ഇവനെ കൊന്ന് ഒരു കൊലപാതകയാകേണ്ടി വന്നു. ഇതിപ്പോൾ ആന്ധ്രാപ്രദേശിൽ മാത്രമല്ല, കേരളത്തിലും സമാനമായ സംഭവങ്ങളൊക്കെ ഇഷ്ടം നടക്കാറുണ്ട്. ഈ പോലീസുകാരെന്ന് പറയുന്നവരെല്ലാവരും ഇപ്പോൾ എനിക്ക് തോന്നുന്നു യൂട്യൂബ് നോക്കിയിരിക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, വേണ്ട കാര്യങ്ങളിലൊന്നും അത്ര ശ്രദ്ധ കിട്ടുന്നില്ല അവർക്ക്. യൂട്യൂബ് ചാനൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരറിയും. എന്ന് വെച്ചാൽ എപ്പോഴും യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഇവർ യൂട്യൂബ് കാണാൻ പാടില്ലെന്ന് പറ, അതേ നടക്കത്തുള്ളൂ ഇനി. കാരണം ഇവർ വല്ല കംപ്ലയിൻറ്റ് ഇതുപോലത്തെ സിവിയറായിട്ടുള്ള കേസുകളായിട്ട് ആൾക്കാർ വരുമ്പോൾ യൂട്യൂബും കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ തന്നെ അവരെ നോക്കിയിട്ട് വേറെ പണിയുണ്ട്, നിങ്ങൾ പോകാൻ പറഞ്ഞാണ്. അവിടെ യൂട്യൂബർമാർ എന്തൊക്കെയാണ് പറയുന്നത് നോക്കുക, ഞങ്ങളുടെ മെയിൻ പണി. അങ്ങനെയുള്ളവരൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ദിവസം മുഴുവൻ എൻ്റെ പുറകെ നടക്കും, മീഡിയ അറ്റൻഷൻ കൊടുക്കും, ഭയങ്കര പരിപാടി നടത്തും, മീഡിയയോടൊക്കെ സംസാരിക്കും, വിളിച്ചു പട്ടാളം വരാൻ പോകാമെന്നൊക്കെ പറയും, പിന്നെ കഥക് ചവിട്ടിപ്പൊളിക്കും. യൂട്യൂബർമാരൊക്കെ ഭയങ്കര പ്രശ്നം, പീഡിപ്പിച്ചു കൊന്നു എന്നൊക്കെ പറയുന്നവരുടെ ഇത്രയും വലിയ പ്രശ്നമില്ലെന്നേ. ഇപ്പോൾ കണ്ടില്ലേ പീഡന കേസ് പറയാൻ നമ്മൾ പോലീസുകാർ, ഇത് ആന്ധ്രാപ്രദേശിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ ഇത് തന്നെ വേറെ രീതി പറയാം. ഇപ്പോൾ എൻ്റെ ഈ റൂമിൽ അല്ലെ വീട്ടിൽ അല്ലെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഒരു നടൻ തോക്കുമൊക്കെ ആയിട്ട് വന്ന് കയറി എൻ്റെ സുഹൃത്തിനെ ഭീഷണിപ്പെടുത്തി എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് വധഭീഷണി മുഴക്കിയിട്ട് പോയി. അതുകൊണ്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ തോക്കൊന്നും ഇല്ല, അത് കളിപ്പാട്ടമായിരിക്കും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അന്ന് ആ തോക്ക് FIR ഉണ്ടെന്ന് അവനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും, അതവരങ്ങ് ഒഴിവാക്കി. ഇപ്പോൾ കേസ് നടക്കുന്നുണ്ട്, കേസിന് വിളിപ്പിച്ചപ്പോൾ ഉടനെ എന്തൊക്കെ പറയുന്നു, എന്തൊക്കെയോ നടക്കുന്നു. എന്നാലൊന്ന് ആലോചിച്ച് നോക്കണേ. അപ്പോൾ ഞാൻ അവനെ തോക്കുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവനെ പുറകെ പോയി പിടിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല കേട്ടോ, ഉള്ള കാര്യം തുറന്ന് പറയാം. അവനെ അന്ന് തന്നെ പിടിക്കാമെന്ന് വേണമെങ്കിൽ, ഓടിച്ചിട്ട് പിടിക്കാൻ, വഴിയിലൊക്കെ പിടിച്ച് തടഞ്ഞു നിർത്തി ഇതേപോലെ തന്നെ ഒരു പട്ടി ഷോ തിരിച്ച് കാണിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്തോ ഒരു 5 പേര് കൂടി ചെയ്യാവുന്നതൊക്കെ ഉള്ളൂ. എന്നോട് അന്ന് തന്നെ കുറേ കൂട്ടുകാർ വിളിച്ച് ചോദിച്ചു, ഇവനെ ഞങ്ങളങ്ങോട്ട് വരട്ടെ, നമുക്ക് അവനെ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ. കാരണം ഇവിടുത്തെ രീതി അത് ഒരു പോലീസുകാരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നൊക്കെ ചിലപ്പോൾ ഇവർക്കൊക്കെ നേരത്തെ അറിയാമായിരിക്കും. പിന്നെ ഈ അടിപിടി തല്ലുകൊത്ത് വെട്ടുകത്ത് അങ്ങനത്തെ പരിപാടിയൊക്കെ നടന്നു കഴിഞ്ഞാലും ഇത്രയ്ക്ക് സംഭവിക്കത്തുള്ളൂ എന്നൊക്കെ എല്ലാവർക്കും അറിയാമെന്നേ. അതുകൊണ്ടൊക്കെയല്ലേ അവനിവിടെ വരുന്നേ. അപ്പം അങ്ങനെയുള്ള പരിപാടികളിലൊന്നും പോലീസ് ഇടപെടുന്നൊന്നുമില്ല. പോലീസുകാർ കൂടുതൽ ഇങ്ങനത്തെ ഒടുക്ക് പരിപാടിയൊക്കെ ആയിട്ട് സമയം കളയും. അതാകുമ്പോൾ അവർക്കും വലിയ തട്ടുകേടില്ല, ശമ്പളം മാത്രമല്ല കിമ്പളവും കിട്ടും, വല്ലവനൊക്കെ പിന്നെ വല്ല സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടുമെന്നൊക്കെയാണ് നോക്കുന്നത്. ഫേമസ് ആവാം, എല്ലാവരും ഫേമസ് ആവാനാണല്ലോ ജീവിക്കുന്നത്. ഈ കൈക്കൂലി മേടിച്ച് നാട് നീളെ കൈക്കൂലി മേടിക്കുന്നതിനൊക്കെ ചിലപ്പോൾ എന്നോട് ദേഷ്യം കാണുന്നത് പല ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പോലീസുകാരിൽ എന്നോട് ഇഷ്ടമല്ലാത്തവരുണ്ട്, അവർക്ക് ചിലപ്പോൾ ഞാനീ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമല്ലാത്തതായിരിക്കും. ഞാൻ എന്താ പറയുന്നത്? അപ്പോൾ കറപ്റ്റഡ് ആയിട്ടുള്ളൊരു പോലീസുകാരനെ തീർച്ചയായിട്ടും എന്നെ ഇഷ്ടപ്പെടത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്ന മാന്യമായിട്ട് തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഗവൺമെൻറ് സർവീസിലൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉള്ള പോലെ. ആ പോലീസുകാർ കഷ്ടപ്പെടും, അവർക്ക് ഒരു കാലത്തും മെച്ചമൊന്നും ഉണ്ടാകത്തില്ലെന്നേ. അവർ സാധാരണക്കാരെ പോലെ ജീവിക്കും ഇവിടെ, കഷ്ടപ്പെട്ട് പണിയും കൂടുതലായിരിക്കും. മറ്റവൻ അവിടെ കൈക്കൂലി മേടിച്ച് ആളെയും പറ്റിച്ച് സുഖിപ്പിച്ച് വല്ല മന്ത്രിമാരുടെ വീട്ടിൽ ചെന്ന് അവിടെ ചെന്ന് അവൻ്റെയൊക്കെ അടിമപ്പണി ചെയ്ത് അവനെ തൊഴുത് കാണിച്ചെന്നാക്കിയും നടക്കുന്നവനൊക്കെ ചിലപ്പോൾ ഹോൾഡ് കൊണ്ടൊക്കെ ഇങ്ങനെ കയറി പോവുകയും ചെയ്യും. കഴിവുള്ളവൻ അപ്പുറത്തിരിക്കുകയും ചെയ്യും. പിൻവാതിലും മുൻവാതിലും സൈഡ് വാതിലും മേൽക്കൂരയൊക്കെ പൊളിച്ചിറങ്ങും. അപ്പോൾ മാന്യമായിട്ടും അന്തസ്സായിട്ടും തൊഴിലെടുക്കുന്നവർക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ട്. അവർ മാന്യന്മാരായതുകൊണ്ട് മാത്രം അവർക്ക് പിന്നീട് ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ഈ വക കേസുകൾ കാണുമ്പോൾ നമുക്കറിയാമല്ലോ ഇവിടെ ഇത് തന്നെ സംഭവിക്കുന്നത്. ഇത് ആന്ധ്ര ആയതുകൊണ്ടൊന്നും അല്ല. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ ആന്ധ്രക്കാരെ പോലത്തെ ആൾക്കാരല്ലാത്തതുകൊണ്ട് പലരും ഇവിടെ സുഖമായിട്ട് നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അല്ല എന്ത് ഈ പറയുന്നത്? പീഡിപ്പിച്ച ഒരു 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 പെൺകുട്ടിയും അവരുടെ മാതാവും ഭർത്താവും വിദേശത്താണ്. എന്ത് പ്രൊട്ടക്ഷനാണ് ഇവർ കൊടുത്തത്? സ്വത്തിനും മാനത്തിനും പിന്നെന്തൊക്കെ ജീവനുമൊക്കെ
സംരക്ഷണം കൊടുക്കുമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് ഈ ഗവൺമെൻറ് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഇതൊന്നും ആർക്ക് കൊടുക്കുന്നെന്ന്? കാശുള്ളവർ മാത്രമല്ല, അങ്ങനെയല്ലത്. ഇവർ ഇക്കയ്ക്കൊക്കെ കൊടുക്കത്തുള്ളൂ. ഇക്കയൊക്കെ വിളിച്ച് പറഞ്ഞാൽ പണിയെടുക്കാൻ ചാടി ഇറങ്ങും എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. പിന്നെ ഇക്ക വിളിച്ച് പറഞ്ഞാൽ പിന്നെ പണി ഭയങ്കര പണി, എന്തോ വലിയ പണി ചെയ്യുന്ന പോലെ തോന്നും, കഷ്ടം. അത് ഏത് ലെവലിലുള്ള ആളാണ് കൈക്കൂലി മേടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്നാലും കൈക്കൂലി മേടിക്കുന്ന ആളുകളുണ്ട്, മനസ്സിലാകുന്നുണ്ട്. കൈക്കൂലി മേടിക്കുക, പ്രീതിപ്പെടുത്തുക, അങ്ങനെ ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. കൈക്കൂലിക്കാരന് ഉറപ്പായിട്ടും എന്നെ ഇഷ്ടമല്ല, അതെനിക്ക് ഉറപ്പാണ്, യാതൊരു സംശയം വേണ്ട. കൈക്കൂലിക്കാരെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? ഈ കൈക്കൂലി കള്ളക്കേസ് വരെ ഉണ്ടാക്കിയിട്ട് കൈക്കൂലി മേടിക്കാൻ മടിയില്ലാത്ത തരം ക്രിമിനൽ മൈൻഡുള്ള ടൈപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. അതെല്ലായിടത്തും ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ പല സ്ഥാപനങ്ങളിൽ കാണും, പോലീസിൽ കാണും, പട്ടാളത്തിലും കാണും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുന്നവരെ ശ്രദ്ധിച്ചാൽ അറിയാം. അവർക്ക് ഈ പറഞ്ഞ പോലത്തെ കള്ളന്മാരോട് വലിയ താല്പര്യമായിരിക്കും. പല കള്ളന്മാരെ ഇഷ്ടമായിരിക്കും. ആ കള്ളന്മാരൊക്കെ ആയിരിക്കും ഇവനൊക്കെ ചിലപ്പോൾ വല്ല ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് അവരോട് ഭയങ്കര കൂറ് കാണിക്കും. അതാണ് അവരുടെ തൊഴിലെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതല്ലല്ലോ. ഇവരെയൊക്കെ ഇനി എക്സ്പോസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇവരെയൊക്കെ ഒന്ന് ഈ തൊഴിലിൽ നിന്നും പുറത്താക്കാൻ സാധാരണക്കാരെ നമ്മളൊക്കെ ഇടപെടേണ്ടി വരുമോ? ഇനിയിപ്പോൾ അടുത്തത് എനിക്കിനിയിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമെന്ന് സംശയം തോന്നുക. ഇനി ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പോലീസുകാർ ഇടപെട്ടില്ല, അത് ഏത് പോലീസുകാരനാണെന്ന് നോക്കുക, യൂട്യൂബറുടെ പുറകെ പോയി അത് ആരുടെ താല്പര്യമാണെന്ന് നോക്കുക, എന്നിട്ട് ആ താല്പര്യം കാണിച്ച വ്യക്തിക്ക് മറ്റെവിടെയെങ്കിലും കൈക്കൂലി ഇടപാടുകളുണ്ടോ, അങ്ങനെ ഉണ്ടായതിൻ്റെ തെളിവുകൾ ശേഖരിക്കുക. കൈക്കൂലി കൊടുത്തവരെയൊക്കെ അറിയാമെങ്കിൽ അവരോടൊക്കെ സംസാരിക്കുക. ഒരു നാട്ടിൽ ചെന്ന് ഇറങ്ങിയാൽ മതി, അവിടുത്തെ ഒരു 10 ഓട്ടോക്കാരോട് ചോദിച്ചാൽ അയാളുടെ ഫുൾ സ്റ്റോറി കിട്ടും. എവിടെയൊക്കെ എന്ത് നടന്നെന്ന് എല്ലാവർക്കും അറിയാൻ വളരെ എളുപ്പമാണ്. എന്നിട്ട് ഈ പോലീസുകാരനെതിരെ കംപ്ലയിൻറ്റ് ചെയ്യുക, അത് ഒപ്പുകെറിപ്പിക്കുക, ഈസിയാണ്. തെളിവടക്കം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാട്ടിക്കുകയും ചെയ്യും, രണ്ടും കൽപ്പിച്ച്. കാരണം അത്രയും ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളോട്ടല്ലേ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അത് ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും. അപ്പോൾ അതിന് തക്കതായ രീതി തന്നെ വേണ്ടേ അതിനോട് നമ്മൾ ആക്ട് ചെയ്യാനായിട്ട്. അല്ല ഇയാൾ പിന്നെ നമ്മളെ വെച്ചേക്ക് പോകും. അപ്പോൾ രണ്ടും കൽപ്പിച്ചു, ഒന്ന് വെട്ടൊന്ന് മുറി 2 എന്ന് പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ വേണം, എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. കുറച്ച് പണിയെടുക്കേണ്ടി വരും സാധാരണക്കാർ ഇത് ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ. നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലാതെ പറ്റത്തില്ല. ഒരുത്തനല്ല കുറേ പേരെ പിടിക്കാനുണ്ടെന്നേ, കുറേ എണ്ണമുണ്ട്, കള്ളന്മാരാ ശരിക്കും. എന്നിട്ട് ചുമ്മാ കിടന്ന് പാവങ്ങളെയൊക്കെ പോക്കറ്റ് കൈയിടുകയും എന്താ പറയണ്ടേ കള്ളക്കേസ് ഉണ്ടാക്കുകയും പേടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്താൽ ജീവിക്കുന്നത്. ഭീഷണിപ്പെടുത്തുക, പോലീസ് വേഷമണിഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാരെയൊക്കെ എങ്ങനെയാണ് എന്താ ഇതൊന്ന് മനസ്സിലാകുന്നത്? അതിനോടൊക്കെ അപ്പം തന്നെ അവിടെ ഈ പറഞ്ഞ പോലത്തെ അധികാരികളോ അതിന് മുകളിലോട്ടുള്ളതും അത്രയും കറപ്റ്റഡാണോ? എല്ലാവരും അങ്ങനെ അല്ല എങ്കിൽ പോലും എല്ലാവരും അങ്ങനെ മെജോറിറ്റി ഇപ്പോൾ കറപ്റ്റഡായിട്ടുള്ള പോലീസുകാരാണ് ഉള്ളത്. എനിക്കറിയത്തില്ല, ഞാൻ കണ്ടെടുത്തെല്ലാം പ്രശ്നമുണ്ട്. സ്വമേധയാ ഇവർ ആക്ഷൻ എടുക്കേണ്ട സ്ഥലത്ത് പോലും അനങ്ങാതിരിക്കുന്നു, മിണ്ടായിരിക്കുന്നത്, അതിൽ കാണിക്കേണ്ട എന്നുള്ള പോലത്തെ ഒരു മൂഡ്. അങ്ങനെയല്ലല്ലോ വേണ്ടത്. അല്ലാണ്ട് ഇതിന് ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആളെന്തോ ഉണ്ടാക്കുക. ഇവന്മാർ ഈ പൊട്ടത്തിലൊക്കെ കാണിക്കുന്ന ആർക്കാണ് നാണക്കേട്? ഏറ്റവും സുപ്രീം പവറിലിരിക്കുന്ന പോലീസുകാരുടെ മേധാവി എന്നറിയപ്പെടുന്ന ഏതെങ്കിലും ഒരുത്തനായിരിക്കും. അതിന് തൊട്ട് താഴെ ഇരിക്കുന്ന ഒരു 5 പേർക്ക് നാണക്കേട്. ഈ പൊട്ടന്മാർ കാണിക്കുന്ന മണ്ടത്തരങ്ങളുണ്ട്. ഈ കേരളത്തിൽ എന്താ പോലീസിലെടുക്കാൻ ഈ മണ്ടന്മാരല്ലാതെ വേറെ ആരും ഇല്ലായിരുന്നോ? ഇത് ഏത് വാതിലിൽ കൂടെ വന്നവനാ? അങ്ങനെ ആണെങ്കിൽ അതല്ല എൻ്റെ കാര്യം, മനസ്സിലായില്ലേ? ഈ പറഞ്ഞ പോലെ ഹ്യൂമൻ റൈറ്റ്സും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ ഈ ലോ ആൻഡ് ഓർഡറും ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പഠിച്ചിട്ടൊന്നുമില്ല എന്നാലും പറയുക ഇമാരിതെല്ലാം മനസ്സിലാക്കിയിട്ടില്ല. ചിലപ്പോൾ വല്ല കാണാൻ പഠിച്ച് വല്ല പരീക്ഷ എഴുതി കാണും, വല്ല PSC പോലത്തെ. മനസ്സിലായിട്ടൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇത് മനസ്സിലാക്കുന്നതും പരീക്ഷ എഴുതി പാസ്സാകുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്ത്യൻ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരു പോരായ്മ അത് തന്നെയാണ്. ലോകത്തിലെ 47ാം സ്ഥാനത്താണ് അത് കിടക്കുന്നതും. ഇന്ത്യ എന്ന രാജ്യം ലോകത്തിലെ 47ാം സ്ഥാനത്ത് ആണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ കാര്യത്തിൽ ലിസ്റ്റ് ചെയ്തപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കിട്ടും അതൊക്കെ. അതുകൊണ്ടാണ് ഇന്ത്യക്കാർക്ക് 3ാം കിട പൗരൻ എന്ന് പറയുന്ന സാധനമുള്ളത്. ഇവിടെ ഉള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിപ്പുണ്ട്. ഏത് ഈ ഇന്ത്യ കിടന്ന് ഇതും പഠിച്ചിട്ട് ഇവിടെ കിടന്ന് മറ്റേ ഡോക്ടറായാലും IAS ആയാലും ഈ പറഞ്ഞ പോലെ പല എഞ്ചിനീയർ ആയാലും ഒന്നും അത്ര കൊള്ളാവുന്ന ആൾക്കാരല്ലെന്ന്. കൊള്ളാവുന്ന ഒരുത്തനാണെങ്കിൽ അവൻ ആദ്യം ചെയ്യാൻ പോകുന്ന ഈ രാജ്യം വിടുമായിരിക്കും. അവരാണ് ഏറ്റവും കൊള്ളാവുന്ന ആൾക്കാർ ഇപ്പോൾ ഉള്ളതിൽ. ഇവിടുന്ന് പോയില്ലേ, രക്ഷപ്പെട്ടില്ലേ. അവിടെ ചെന്നിട്ട് ഇന്ത്യ ഉണ്ടാക്കാൻ നോക്കുന്നവന്മാർ ഭയങ്കര മണ്ടന്മാരാണ്.
അത് ഇന്ത്യ എങ്ങനെ നശിച്ച് കിടക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ട് അവന്മാർ അവിടെ ചെന്ന് ഈ പണിയൊക്കെ കാണിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറി പാർത്തിട്ട് അവിടെ ചെന്നിട്ട് ഇവിടുത്തെ കൾച്ചർ വേണം, ഇവിടുത്തെ പോലെ ആയിരിക്കണം അവിടെ എന്നൊക്കെ പറയുന്ന മണ്ടന്മാർ. ഇവിടെ ഇങ്ങനെ നശിച്ച് കിടന്നുകൊണ്ടാണ് അവർ പോകേണ്ടി വന്നത്. അവർ കുറച്ച് നല്ല കാര്യമാണ് ചെയ്യുന്നത്. കാരണം ഇതിപ്പോൾ IAS പോലത്തെ ഒരു പൊസിഷൻ ഇരുന്നാൽ പോലും ഈ രാജ്യത്താണ് ജീവിക്കുന്നത്. നാളത്തെ അവൻ്റെ മക്കൾ ഇവിടെ ഉറപ്പായിട്ടൊന്നും അവിടെ എത്തണമെന്ന് നിർബന്ധമില്ല, ഇവർ ഇങ്ങനെ ആണോ നിർബന്ധമൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും തരത്തിൽ ഇരിച്ച് മാറിപ്പോയാൽ അയാൾ അനുഭവിക്കാൻ പോകുന്ന ദുരിതമൊക്കെ വലുതാണ്. അത് തിരിച്ചറിഞ്ഞിട്ട് ഈ പറയുന്ന ആളുടെ മുതുമുത്തച്ഛൻ IASകാരനും അതുപോലെ റിച്ചായിട്ടുള്ള ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല. വളരെ കുറച്ച് ഫാമിലീസേ ഉണ്ടാകത്തുള്ളൂ അങ്ങനെയുള്ളവർ, പാരമ്പര്യമായിട്ടൊരു 5 തലമുറയായിട്ടൊക്കെ റിച്ചായിട്ടുള്ളവർ. അല്ലാതെ കഴിവുകളുണ്ടെങ്കിൽ ഈ രാജ്യം വിടണമെന്നാണ് പറയുന്നത്. കാരണം അവരുടെ കുട്ടികൾ ജനിക്കുന്ന ഈ രാജ്യത്താണ്. പിന്നെയും ഇതേ നശിച്ച നിയമത്തിലും ഇത്തിരി പന്ന സിസ്റ്റത്തിലും ഇത്തിരി കറക്റ്റഡായിട്ടുള്ള ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ജീവിക്കണ്ടേ? അല്ല ഇത്രയും പന്ന റോഡിൽ കൂടെ സഞ്ചരിക്കണ്ടേ? ഇത്രയും പൊല്യൂഷൻ എടുക്കണ്ടേ? എന്തിനാണ് ഇതിനൊക്കെ നിൽക്കുന്നത്? എല്ലാ പിള്ളേരുണ്ടാക്കാൻ മരിച്ചു കളയുക. അതേ ചെയ്യാനുള്ള ഈ രാജ്യത്ത്. അല്ലാത്തൊരുക്കെ മണ്ടന്മാരാ. ഞാനടക്കമുള്ള നിങ്ങളൊക്കെ കണക്കാണ്.